ഹായ് ആൾ, വെൽക്കം ടു ടിനി ട്രഷേഴ്സ് അഗൈൻ. ഇന്ന് ആയിഷ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ആയിഷയുടെ സ്കൂളിൽ പോകുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷൻസുമായിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. ആയിഷക്ക് സ്കൂളിൽ ഏൽപ്പിക്കാനുള്ള ഡ്രസ്സും ക്രയോൺസും പെൻസും ഫോട്ടോസുമാണ്. പിന്നെ ഇത് ഞാൻ ചെയ്ത DIYs സ്റ്റിക്കേഴ്സാണ്, നൈൻ സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ആയിഷക്ക് ഒരു സ്കൂളിലേക്ക് ഫസ്റ്റ് ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാടാമല്ലി കളറിലുള്ളൊരു ഡ്രസ്സാണ്. ഈ കളർ ഒരുപാട് റെയറാണ്. പിന്നെ ഇത് ആയിഷയുടെ ബർത്ത്ഡേ ഫ്രോക്കാണ് കേട്ടോ. ആയിഷക്ക് 2-ാം തീയതിയാണ് ആയിഷയുടെ ബർത്ത്ഡേ. ആയിഷക്ക് സ്കൂൾ തുറക്കുന്നത് 3-ാം തീയതിയാണ്. ആയിഷയുടെ ബർത്ത്ഡേ വ്ളോഗ്സ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ വേറൊരു വീഡിയോയിലിടാം. ഇത് ഒരു വെൽവെറ്റ് ടൈപ്പിലുള്ള ഒരു ഗൗണാണ്. ഇതിൻ്റെ ഒരു 3 ഓർഡേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 കൂടി തയ്ക്കാനുണ്ട്. ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്ക്. അത് ഞാൻ എൻ്റെ വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ അതിലുള്ള ഇത് കണ്ട് അറിയാൻ പറ്റും. ഇതിൽ ആ സൈഡിലെ കയ്യിലൊക്കെ നമ്മൾ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂൾ തുറക്കുന്ന ദിവസം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. താഴെ ഇങ്ങനെ ഒരു ബോയൊക്കെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഗൗണിലേക്ക് നെക്കിൻ്റെ സൈഡിൽ ഞാൻ അടുത്ത ലേസ് ഫിറ്റ് ചെയ്യുവാണ്. ഈ ഒരു ലേസ് പാർട്ടാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നൊരു മെയിൻ പോർഷൻ. ഇതൊരു ബർത്ത്ഡേ ഫ്രോക്കാണ്. ലേസൊക്കെ വൈറ്റ് ലേസൊക്കെ കൊടുത്തിട്ട് മുത്തൊക്കെ പിടിപ്പിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം വേറെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി പണിപ്പുരയിലാണ്. ആയിഷക്ക് വേണ്ടിയിട്ട് ഞാൻ 9 സ്റ്റിക്കേഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ കളർഫുള്ളായിട്ടുള്ള അതാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അപ്പോൾ അതിനകത്ത് ആ ഒരു വൈബ്രൻ്റ് കളേഴ്സാണ് കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 9 ലേബേഴ്സ് വേണം കുട്ടിക്ക്. അതായത് ഈ ലഞ്ച് ബോക്സിലും അവരുടേതായിട്ടുള്ള എല്ലാ സ്കൂൾ സ്റ്റേഷനേഴ്സിലും ഇത് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ലേബിൾസ് ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് മാറിപ്പോകത്തില്ലേ. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു മോക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ജോലി തിരക്കിനിടയ്ക്ക് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് 2 പേർക്കും ഇത്തിരി കളേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ദേഹത്ത് ഫുള്ള് അവരുടെ എല്ലാം കളേഴ്സ് വാട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് വന്നതാണിത്. ചെയ്ത പോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്ത് വന്നപ്പോൾ. നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ചെയ്തത്. പിന്നെ അവൾ തന്നെ ഒരെണ്ണം എടുത്ത് ഒട്ടിച്ച് നോക്കി. അത് ഫസ്റ്റ് മുതൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിനുള്ള എല്ലാത്തിലും ലേബേഴ്സ് ഒട്ടിക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് ഓരോന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ലേബൽ ചെയ്യുന്നുണ്ട്. സ്പൂണിലും സ്കെയിലിലും ജോമെട്രിയിലും എല്ലാം പെൻസിൽ ബോക്സിലെല്ലാം ചെയ്യുന്നുണ്ട്. ബാഗിലും ലഞ്ച് ബോക്സിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആയിഷക്ക് ഫസ്റ്റ് ദിവസം ഇടാനുള്ള ഡ്രസ്സാണ് തയ്ക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിൽ കയ്യിലിങ്ങനെ മുത്തിൻ്റെ ലേസ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രോക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ലേസാണ് വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിൽ 3 ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫൈനൽ ലുക്ക് ആയിഷ ഇടുമ്പോൾ കാണാം. ഇത് ആയിഷക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാമ്പറാണ്. ഒരു ബർത്ത്ഡേ വിത്ത് സ്കൂൾ ഗോയിങ് ഹാമ്പറാണെന്ന് പറയുന്നുണ്ട്. മിക്സ് ആയിട്ടുള്ളതാണ് സംഭവം. ഞാൻ ബർത്ത്ഡേ വ്ളോഗിനകത്ത് കാണിക്കുന്നതായിരിക്കും ഫുള്ളായിട്ട്. ഇത് ആയിഷയുടെ സ്കൂളിൽ പോയപ്പോൾ വെൽക്കം സ്പീച്ചായിരുന്നു. ടീച്ചേഴ്സും പ്രിൻസിപ്പൽ എല്ലാവരും ഉണ്ടായിരുന്നു. വേറെ ടീച്ചേഴ്സിന് നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു.
ഡാൻസൊക്കെ കഴിഞ്ഞ് നേരെ കുട്ടികളെ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാസ്സിൽ മിക്ക കുട്ടികളും കരച്ചിലായിരുന്നു. പിന്നെ ആയിഷ അന്ന് കാമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ അവിടെ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും, ആൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ഏതാക്കും ചോക്ലേറ്റൊക്കെ ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആയിഷക്ക് മുട്ടായി കിട്ടിയ സന്തോഷമുണ്ടായിരുന്നു. മുട്ടായി കിട്ടിയ സന്തോഷത്തിലാണ് ആയിഷ ഇരിക്കുന്നത്. കുറച്ച് നേരം ക്ലാസ്സിലേക്ക് ഒന്ന് എത്തി അവരെ ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ടീച്ചേഴ്സും കുട്ടികളായിട്ടൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അവർ പിന്നെ എല്ലാവരും പാരൻസിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ. പിന്നെ ആയിഷക്ക് ഈ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് അവിടെയുള്ള പാർക്കാണ്. കുട്ടികളെ പാർക്കിൽ അതിന് മെയിനായിട്ട് ആയിഷ പോകുന്നത് തന്നെ ഈ പാർക്കിൽ കയറാം. അപ്പോൾ പോകുന്ന വഴിക്ക് അത് വീണ്ടും പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. പാർക്കിലെല്ലാം കയറി കളിച്ചതിന് ശേഷമാണ് ആയിഷ വന്നത്. അങ്ങനെ ആയിഷയുടെ ഫസ്റ്റ് സ്കൂൾ ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.